വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ആദ്യ ദിവസം തന്നെ മികച്ച പ്രതികരണം ആണ് നിക്ഷേപ സംഗമത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 35,000 കോടി രൂപയുടെ വാഗ്ദാനം, നിക്ഷേപ വാഗ്ദാനം ആദ്യ ദിനം തന്നെ ഉണ്ടാകുന്നു. വലിയ നിക്ഷേപത്തിന് തയ്യാറായി അദാനി ഗ്രൂപ്പ് അടക്കം രംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയമായ പിന്തുണയും വർദ്ധിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരി സമ്മേളനത്തിൽ വളരെ കൃത്യമായി വലിയ വികസന പദ്ധതികൾ, റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുന്നു. പീയൂഷ് ഗോയലിനെ പോലെയുള്ളവർ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുമിപ്പിച്ചു നിർത്തുന്നു. അങ്ങനെ കേരളം അനന്ത സാധ്യതകൾ തുറന്നിടുന്നു എന്ന പ്രതീതിയെങ്കിലും ജനിപ്പിക്കാൻ ആദ്യ ദിവസം സാധിച്ചിട്ടുണ്ട്. അതിൽ എത്രത്തോളം പ്രായോഗികമായി മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ, കേരളത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഒരു വാതിൽ, വലിയ വാതിൽ തുറക്കുന്നുവെന്ന് തന്നെ നമുക്ക് ഈ നിക്ഷേപ സംഗമത്തെ പറയാം. പ്രത്യേകിച്ച് ഈ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ അടക്കം വലിയ രീതിയിലേക്ക് മുതൽ മുടക്കാൻ തയ്യാറാണ്. ഇപ്പോൾ പദ്ധതികൾ പ്രഖ്യാപിച്ചതടക്കം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അടക്കം പറഞ്ഞിരിക്കുന്നു. 50,000-ലധികം കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇപ്പോൾ നടപ്പാക്കി വരുന്നു. അതനുസരിച്ചും തുടരുമെന്ന് അദ്ദേഹം ഉറപ്പും നൽകുന്ന ഈ ഒരു പശ്ചാത്തലം കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നിക്ഷേപക സംഗമത്തെ അവലോകനം ചെയ്യേണ്ടത്. അങ്ങനെ വലിയ വികസനത്തിൻ്റെ ഒരു പാന്താവിലേക്ക് കേരളം ചുവടുവെക്കുന്നു എന്നതിൻ്റെ വലിയ സൂചനകൾ തന്നെയാണ് ഈ നിക്ഷേപക സംഗമത്തിൽ നിന്ന് വെളിവാകുന്നത്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഈ നിക്ഷേപക സംഗമത്തിൻ്റെ ആദ്യ ദിനം തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. അതിൻ്റെ ഒരു വിവിധ സെഷനുകൾ കടന്നു പോകുന്നു. ഇന്നിപ്പോൾ 2 സെഷനുകളിലായിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കും. പ്രധാനമായും ടൂറിസം അനുബന്ധ സാധ്യതകൾ, അതോടൊപ്പം തന്നെ എയറോസ്പേസ് അടക്കമുള്ള സാധ്യതകൾ, ഒപ്പം മെഡിക്കൽ രംഗത്ത് കേരളത്തിൽ നിലവിൽ തന്നെ നിരവധി നിർമ്മാണ കമ്പനികൾ, ഏഷ്യയിലടക്കം വലിയ അതിൻ്റെ ബാങ്ക് യൂണിറ്റുകൾ അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെയും അനുബന്ധ നിർമ്മാണ സാമഗ്രികളുടെ അടക്കമുള്ളൊരു മേഖലയായിട്ട് കേരളത്തെ, അതിൻ്റെ ഒരു ഹബ്ബായിട്ട് കേരളത്തെ മാറ്റിയെടുക്കാനെല്ലാം തന്നെ സാധിക്കുമെന്നത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഏതെല്ലാം പദ്ധതികൾ ഇവിടെ പ്രാവർത്തികമാക്കാൻ കഴിയും, ടൂറിസം രംഗത്തായാലും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തായാലും കമ്പ്യൂട്ടർ അധിഷ്ഠിത വ്യവസായ രംഗത്തായാലും, അങ്ങനെ അത്തരമൊരു ചർച്ചകളാണ് ഇന്ന് കൂടുതലായും തന്നെ നടക്കുന്നത്. വിവിധ കമ്പനികളുടെയും രാജ്യങ്ങളുടെ തന്നെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. 3000-ലധികം പ്രതിനിധികൾ 26 രാജ്യങ്ങളിൽ നിന്ന് 3 രാജ്യങ്ങളുടെ മന്ത്രിതല പ്രതിനിധികൾ തന്നെ ഇതിൽ പങ്കെടുക്കുന്നു. അങ്ങനെ വിപുലമായ രീതിയിലുള്ള സംവിധാനങ്ങളോടെ, സന്നാഹങ്ങളോടെയാണ് ഈ ആഗോള നിക്ഷേപക സംഗമം നടത്തുന്നത്. എന്തായാലും തുടക്കത്തിലെ ആദ്യ ദിവസത്തിലെ തന്നെ പ്രഖ്യാപനങ്ങൾ വളരെ വലുതാണ്. അതിൽ ഏറ്റവും പ്രധാനം അദാനി ഗ്രൂപ്പിൻ്റെ നിക്ഷേപം സംഗമിച്ചാണ്. 30,000 കോടി രൂപയിലധികം നിക്ഷേപമാണ് അവരുടെ പ്രഖ്യാപിക്കുന്നത്. അതിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സമഗ്രമായ ഒരു വികസനം, അടുത്ത ഫേസിലേക്ക് വിഴിഞ്ഞം കടക്കുന്നു എന്നത് വളരെ സന്തോഷകരവും ആയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടി വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി മാത്രമായിട്ട് 20,000 കോടി രൂപയിലധികം രൂപ അവർ നിക്ഷേപിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. ഒപ്പം മറ്റ് 2 പ്രധാന പദ്ധതികൾ കൂടി 5,500 കോടി രൂപ അവരുടെ തന്നെ ഉടമസ്ഥയിലുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു. ഒപ്പം 5,000 കോടി രൂപ ഒരു ഇതിൻ്റെ കളമശ്ശേരിയിൽ ഇ കോമേഴ്സുമായി ബന്ധപ്പെട്ട് ലോജിസ്റ്റിക് പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിക്ഷേപം നടത്തുന്നു എന്നതാണ്. അത് അദാനി ഗ്രൂപ്പിന്റെ മാത്രമായ നിക്ഷേപമാണ്. അങ്ങനെ മറ്റു പദ്ധതികളെല്ലാം തന്നെ പ്രഖ്യാപിക്കപ്പെടുന്നു. നിർമ്മൽ എബ്രഹാം, ധനകാര്യ വിദഗ്ധൻ, ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ നിർമ്മൽ എബ്രഹാം, താങ്കൾ ഈ നിക്ഷേപ സംഗമത്തിൽ ആണോ ഇപ്പോൾ ഉള്ളത്? എന്താണ് അവിടെയാണോ നിലവിൽ ഉള്ളത്? ഇന്നലെ കൊച്ചിയിലുണ്ടായിരുന്നു. നമുക്കിപ്പം നിക്ഷേപം വരേണ്ടത് അത്യാവശ്യമായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. കാര്യമാണ്, ശരിയാണ്, ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായി. പക്ഷെ ഇന്നലെ ഞാനൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഇത്രയൊക്കെ നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസിൽ കേരളം ഒന്നാമത് എത്തിയിട്ടും നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് നിൽക്കുന്നത് നാഷണൽ ആവറേജിന്റെ 3 ഇരട്ടിയാണ്. അതായത് ചെറുപ്പക്കാർക്കിടയിൽ 18-നും 29-നും വയസ്സിനിടയിലുള്ളവരുടെ നാഷണൽ ആവറേജ് 10% കേരളത്തിൽ ഇപ്പോഴും 30%. സ്ത്രീകൾക്കിടയിൽ 48%. അപ്പൊ അത്രയും വലിയൊരു അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കെ ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ക്ലെയിംസിനെ നമ്മൾ എത്രത്തോളം, അത് റിഫോംസിന്റെ ആണ്, അതായത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിന് റാങ്കിങ്ങിൽ ഒന്നാമത് എത്താൻ പറ്റിയത്. പക്ഷെ പാരലലി അൺഎംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് നമ്പേഴ്സ് താഴണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നേ പറ്റൂ. പക്ഷെ നല്ല സൂചനകളാണ് തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഏഷ്യയുടെ ഏറ്റവും നല്ല എക്കോസിസ്റ്റങ്ങളിൽ ഒന്നായിട്ട് കേരളത്തിനെ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു, ടോപ്പ് 20 എക്കോസിസ്റ്റംസിൽ ഒന്നായിട്ട്. അതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം കൂടെ മാറേണ്ട ഉള്ളത്, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം
ഈ പെർസെപ്ഷൻ ആണ്, കേരളത്തെ കുറിച്ചുള്ള പെർസെപ്ഷൻ ഇന്നും പഴയ സിനിമകളും സ്പീച്ചുകളും ഒക്കെ കാണുമ്പോൾ ഉള്ള പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല, ഇവിടെ സമരങ്ങളാണ്, കൊടികുത്തും എന്നുള്ളൊരു പെർസെപ്ഷൻ ഉണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റ്സ് നോക്കിയാൽ അവിടെയും ഈ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ബാംഗ്ലൂരിലെ ആപ്പിളിന്റെ പ്ലാന്റ് 2020 ഒരുപാട് പേര് ചേർന്ന് തല്ലിപ്പൊട്ടിച്ചു. പക്ഷെ അത് ആരും അറിയുന്നില്ല, അത് വലിയ വാർത്തയാകുന്നില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സാംസങ്ങിൽ ഇപ്പോഴും കഴിഞ്ഞ 10 ദിവസമായിട്ട് ചെന്നൈയില് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ആരും അറിയുന്നില്ല. സോ കേരളത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ചെറിയ വാർത്ത കേൾക്കുമ്പോൾ ഇപ്പൊ കിറ്റെക്സ് പോയതൊക്കെ നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു പെർസെപ്ഷൻ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വരും എന്നുള്ളതാണ് സത്യം. വേറൊരു പ്രശ്നം, ഗവൺമെന്റ് സ്കീമുകൾ പ്രഖ്യാപിക്കുമ്പോഴും എത്രത്തോളം ഇത് കംപ്ലീഷനിൽ എത്തുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ഇലക്ഷൻ അടുത്ത വർഷം വരാൻ നിൽക്കെ അതൊരു ക്യാമ്പയിനായിട്ട് ഉപയോഗിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ സംഭവിച്ചൊരു കാര്യം പറയാം. ഇപ്പൊ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണല്ലോ. കേരള സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടി 2023 1000 കോടിയിലേറെ മാറ്റി വെച്ചെങ്കിലും വെറും 10% ഇന്നത്തെ ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇന്നോവേഷൻ IT ഇന്നോവേഷൻസിന് വേണ്ടി 134 കോടി മാറ്റി വെച്ചു. അതൊക്കെ നല്ല പ്രഖ്യാപനമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഇന്നും എടുത്ത് നോക്കിയാൽ 1 രൂപ പോലും അതിനുവേണ്ടി മുടക്കിയിട്ടില്ല. സോ അവിടെ ശ്രീ നിർമ്മല എബ്രഹാം, ഒരു പക്ഷേ ഇതുവരെയുള്ള ഡേറ്റകൾ വൈകിട്ടോടുകൂടി ഇതിന്റെ ഒരു സമഗ്ര ചിത്രം പുറത്തു വരുമെന്ന് കരുതാം. പക്ഷേ ഈ ആദ്യ ദിനത്തിലെ ഇൻവെസ്റ്റർ താല്പര്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ അദാനി ഗ്രൂപ്പ് വരുന്നു. അദാനി സ്വാഭാവികമായും ഇവിടെ വിഴിഞ്ഞം പോർട്ട് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് ലോജിസ്റ്റിക്സ് മേഖലയിലായിരിക്കാം കൂടുതൽ നിക്ഷേപം വരിക എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ലുലു ഗ്രൂപ്പ് ആകട്ടെ, അങ്ങനെയുള്ള മെഡിസിറ്റി പോലെയുള്ള ഗ്രൂപ്പുകൾ, ആസ്റ്റർ മെഡിസിറ്റി പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ താല്പര്യം പറയുമ്പോഴും നമുക്ക് സാധ്യതയുള്ള മേഖലകളുണ്ടല്ലോ, അതിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കം അത്തരം മേഖലകളിലേക്ക് കൂടുതൽ നിക്ഷേപത്തിന് തയ്യാറാകുന്നുണ്ടോ ഗ്രൂപ്പുകൾ? അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലോജിസ്റ്റിക്സ് ഉറപ്പായിട്ടും ഉണ്ട്. അതിനോടൊപ്പം നമ്മൾ തീർച്ചയായിട്ടും ബൂസ്റ്റ് ചെയ്യേണ്ട 2 ഏരിയാസ്, നമുക്ക് പൊട്ടൻഷ്യൽ ഉള്ള 2 ഏരിയാസ്. ഒന്ന് ടൂറിസവും, 2 മെഡിക്കൽ ടൂറിസവുമാണ്. നമ്മളിപ്പോ ഈ അടുത്ത് ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞു, ഈ അടുത്ത് UK-യുടെ കിങ് ചാൾസും ഭാര്യയും ആയുർവേദ ചികിത്സയ്ക്കായിട്ട് വന്നത് കേരളത്തിലല്ല, അവർ പോയത് ബാംഗ്ലൂരാണ്. അപ്പൊ നമ്മുടെ ഈ ആയുർവേദത്തിന്റെ വളർച്ച കണ്ടിട്ട് ഗോവയും ബാംഗ്ലൂരും പോണ്ടിച്ചേരിയും ഒക്കെ അതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കേരളം ഇപ്പം മുൻപന്തിയിൽ നിൽക്കുവാണ്. നമ്മൾ അതനുസരിച്ച് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തണം. AI-ലൊക്കെ വരുന്ന ഇക്കാര്യം എനിക്ക് തോന്നുന്നു ഇന്നലെ നിതിൻ ഗഡ്കരി ഇക്കാര്യം പ്രത്യേകമായി പറഞ്ഞു എന്ന് തോന്നുന്നു, അല്ലെ? എടുത്തു പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ ടൂറിസം, അതുപോലെ ടൂറിസത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞു. കേരളം കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണമെന്ന് കേന്ദ്രമന്ത്രിമാർ തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ്. അതെ. അതേപോലെ മന്ത്രി ചെയ്ത നല്ലൊരു കാര്യം, മന്ത്രി പി രാജീവ് ചെയ്ത നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി മാപ്പിംഗ് നടത്തി. കാരണം വരുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവിടെ നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് സ്ഥലമുണ്ടോ, എക്കോളജിക്കലി സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇപ്പൊ വയനാടും ഇടുക്കിയും ഉള്ള സ്ഥലങ്ങൾ, ഇപ്പൊ ഇടുക്കിയിലൊക്കെ വിപ്രോയുടെ പ്ലാന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഇൻഡസ്ട്രി മാപ്പിംഗ് നടത്തുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് മന്ത്രി നടത്തിയിട്ടുണ്ട്. വിർച്വലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും കമ്പനികൾക്ക് എവിടെ ഇൻഡസ്ട്രി തുടങ്ങാം, എക്കോളജിക്കലി സെൻസിറ്റീവ് അല്ലാത്ത സ്ഥലങ്ങൾ അല്ലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് ഫിസിക്കലി അതേ മാർക്ക് ചെയ്തിട്ടുണ്ട്, വിർച്വലി കാണിച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ്, ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനത്തെ 1-2 പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന, എല്ലാരെ പോലും ഞാനും ആഗ്രഹിക്കുന്ന ഈ പ്രഖ്യാപനങ്ങൾ പ്രാക്ടിക്കലായിട്ട് നടക്കാൻ സാധിച്ചിട്ട് അങ്ങനെ നടത്തിയാൽ കേരളത്തിന് ഏറ്റവും അധികം ഗുണകരമാകുന്നത് എംപ്ലോയ്മെന്റ്. അതാണല്ലോ ശ്രീ നിർമ്മല എബ്രഹാം, ഇത്തരം പരിപാടികൾ കൊട്ടിഘോഷിക്കപ്പെടുന്നു, അതിനുവേണ്ടി കോടികൾ മുടക്കുന്നു.